സ്വന്തമായ ഒരു വീട് എന്നതടക്കം ആ സ്വപ്നങ്ങളെ പിന്തുടർന്നുള്ള യാത്രയിൽ അവർക്ക് താങ്ങാവാൻ ഇനി രഞ്ജിതയില്ല. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങൂഴ കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ പണിതീരാത്ത വീട്ടിലേക്ക് മടങ്ങിയെത്തുക ചേതനയറ്റ്. ഒമാനിലെ സലാലയിലെ SQUവിൽ നഴ്സായിരുന്ന രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഏറെ ആഗ്രഹിച്ചാണ്. UK-യിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതിനായിട്ടായിരുന്നു യാത്ര തിരിച്ചത്. കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും അവിടെ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കും പോകാനായിരുന്നു യാത്ര. ഇന്നലെ വീട് പണിക്കായി വന്ന തൊഴിലാളികളുമായി വളരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത പോയത്. 10ലും 7ലും പഠിക്കുന്ന 2 മക്കളുണ്ട്. അപകട വിവരമറിഞ്ഞ് മാധ്യമങ്ങളും നാട്ടുകാരും എത്തിയപ്പോൾ കരഞ്ഞു തളർന്ന ആ കുരുന്നുകളെയും ഇരുവരെയും ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മയെയുമാണ് വീട്ടിൽ കണ്ടത്. നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു. സഹോദരങ്ങളിൽ ഒരാൾ മസ്കറ്റിൽ പ്രവാസിയാണെന്നാണ് പ്രാഥമിക വിവരം. രഞ്ജിത കോഴഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു. 5 വർഷത്തെ അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത്. മൂത്ത മകൻ 10ാം ക്ലാസ്സിലാണ്, മകൾ 7ാം ക്ലാസ്സിലും. 2 സഹോദരന്മാരുണ്ട്. രഞ്ജിതയുടെ പിതാവ് ഗോപകുമാർ നേരത്തെ മരിച്ചു. ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല. നാട്ടുകാരിൽ ഒരാളാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിത നിലവിൽ UK-യിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത്. പുല്ലാട്ടെ കുടുംബ വീടിന് സമീപം രഞ്ജിത സ്വന്തമായി പണിയുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ജൂലൈ മാസത്തിൽ വീട്ടിൽ കയറി താമസിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു രഞ്ജിത എന്നാണ് സമീപവാസികൾ പറയുന്നത്. രഞ്ജിതയുടെ അമ്മയ്ക്കൊപ്പം നാട്ടിലാണ് ഇവരുടെ 2 മക്കളുള്ളത്. നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത 1 വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് ജോലിക്കായി പോയത്. രോഗബാധിതയായ അമ്മയുടെ ചികിത്സ ഉൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും രഞ്ജിതയാണ് വഹിച്ചിരുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രാ പട്ടികയിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാറിന്റെ പേരുള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നീടാണ് ഇവർ അപകടത്തിൽ മരിച്ചുവെന്ന വിവരം വീട്ടുകാർക്ക് ഔദ്യോഗികമായി ലഭിച്ചത്. ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശിയായ രഞ്ജിത. 1 വർഷം മുമ്പാണ് UK-യിലേക്ക് ജോലി മാറിപ്പോയത്. സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായി നാട്ടിലെത്തി മടങ്ങുന്നതിനിടെയാണ് അപകടം. ഏകദേശം 1 വർഷം മുൻപാണ് സലാലയിൽ നിന്ന് ജോലി മാറിപ്പോയതെന്ന് കുടുംബ സുഹൃത്ത് ശ്യാം പറഞ്ഞു.